പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വീണ്ടും പരാജയം. ഓൾഡ് ട്രാഫോർഡിൽ നടന്ന മത്സരത്തിൽ 2-നെതിരെ 3 ഗോളുകൾക്ക് നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ പരാജയപ്പെടുത്തി. റൂബൻ അമോറിം പരിശീലക ചുമതല ഏറ്റെടുത്ത ശേഷം യുണൈറ്റഡ് വഴങ്ങുന്ന തുടർച്ചയായ രണ്ടാമത്തെ തോൽവിയാണിത്. കളിയുടെ 2-ാം മിനിറ്റിൽ തന്നെ സന്ദർശകർ ലീഡെടുത്തു. ഒരു കോർണറിൽ നിന്ന് മിലങ്കോവിച്ചാണ് ലക്ഷ്യം കണ്ടത്. എന്നാൽ 18-ാം മിനിറ്റിൽ റാസ്മസ് ഹോയ്ലുണ്ടിലൂടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തിരിച്ചടിച്ചു. ആദ്യ പകുതി 1-1 എന്ന നിലയിൽ അവസാനിച്ചു. എന്നാൽ 2-ാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് ലീഡ് തിരിച്ചുപിടിച്ചു. 47-ാം മിനിറ്റിൽ മോർഗൻ ഗിബ്സ് വൈറ്റാണ് ഗോൾ നേടിയത്. തുടർന്ന് 54-ാം മിനിറ്റിൽ ക്രിസ് വുഡ് നോട്ടിംഗ്ഹാമിന്റെ 3-ാം ഗോളും നേടി. 61-ാം മിനിറ്റിൽ ബ്രൂണോ ഫെർണാണ്ടസിന്റെ തകർപ്പൻ സ്ട്രൈക്ക് യുണൈറ്റഡിന്റെ 2-ാം ഗോൾ സമ്മാനിച്ചുവെങ്കിലും പരാജയം ഒഴിവാക്കാൻ അവർക്കായില്ല. മത്സരത്തിന്റെ കണക്കുകളിലേക്ക് വന്നാൽ 72% ബോൾ പൊസിഷൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനായിരുന്നു. 17 ഷോട്ടുകളാണ് യുണൈറ്റഡ് ആകെ തൊടുത്തത്. 7 ഷോട്ട് ഓൺ ടാർഗറ്റ്. 592 പാസുകൾ 88% കൃത്യതയോടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പൂർത്തിയാക്കി. 11 ഷോട്ടുകളാണ് നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് തൊടുത്തത്. 3 ഷോട്ട് ഓൺ ടാർഗറ്റ്. 236 പാസുകൾ 64% കൃത്യതയോടെ ഫോറസ്റ്റ് പൂർത്തിയാക്കി. ഈ പരാജയത്തോടെ ലീഗിൽ 15 മത്സരങ്ങളിൽ നിന്ന് 19 പോയിന്റുമായി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 13-ാം സ്ഥാനത്ത് തുടരുകയാണ്. ഇന്നത്തെ വിജയത്തോടെ 25 പോയിന്റുമായി നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് പ്രീമിയർ ലീഗിൽ 5-ാം സ്ഥാനത്തേക്ക് എത്തി. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.